പമ്മി പമ്മി പൂച്ച വരും, കണ്ണടച്ച് പാല് കുടിക്കും. പൂച്ചക്കുട്ടി എങ്ങനെയാ കരയുന്ന? കൊച്ചിനെ ഉറക്കാതെ എവിടെ പോയി കിടന്നു? നിനക്ക് കൊച്ചു പിള്ളേരെ കാണുമ്പോ സോ ക്യൂട്ടെന്ന് പറഞ്ഞ ഓടി ചെല്ലുവായിരുന്നല്ലേ. ഇട് തൂ കിടക്കും. അല്ല, മോൻ എന്തിനാ 500 രൂപ വെച്ചിട്ടും പോയാ? ബേബി സെർലാക്ക്, ബേബി പൗഡർ, അങ്ങനെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ മേടിച്ചു കൊടു. കൊച്ചിന്റെ ബേബി സെർലാക്കിന് തന്നെ 400 രൂപ, ബേബി സോപ്പ് 150 രൂപ, പിന്നെ കൊച്ചിന്റെ പൗഡർ. നമ്മളെ പൗഡർ ഉപയോഗിച്ചാൽ മതി. കൊച്ചി 10 രൂപയുള്ളു. നിന്റെ ഡെലിവറിയുടെ 3 ലക്ഷം രൂപ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നമ്മളിങ്ങനെ എച്ചിത്രവ് കാണിച്ചാലേ നമ്മുടെ കൊച്ചി ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്കൂളിൽ ചേർക്കണം. അതാവുമ്പോ 1 ലക്ഷം രൂപ ഡൊണേഷനും മാസം 12,000 രൂപയും കൊടുത്താൽ മതി. ഈ നാട്ടിലെ ഏറ്റവും വലിയ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് CBSE വേണമെന്നൊക്കെ വിളിപ്പിക്കുന്നത്? ഇന്ന് പ്രസംഗിക്കാതെ കൊച്ചിന്റെ ഡയപ്പർ എടുത്ത് കത്തിക്കും. ഹലോ സാറേ, താനിതൊരു ഫയൽ വെച്ചില്ലല്ലേ? സാറേ, ഞാനേ ഫയലിതേ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സെലക്ടോൾ ചെയ്ത് അയക്കാൻ വേണ്ടി തുടങ്ങുക. ഇപ്പൊ തന്നെ അയക്കണം. അതെ, കൊച്ചുണ്ടായതിനു ശേഷം നമ്മുടെ റൊമാൻസ് കുറഞ്ഞു കേട്ടോ. അതിനിപ്പോ ഞാനെന്താണ്? അല്ല സാറിന്റെ തല്ല സാർ. അല്ല, നിനക്ക് 6 പിള്ളേർ വേണമെന്നില്ലായിരുന്നു ആഗ്രഹം? ഒറ്റ കൊച്ചു മതി. എണീച്ച ആര് പറഞ്ഞു? 2 തല്ലേസിലെ പ്രതിന്ന് പാടണമൊക്കെയാണ്. കൊച്ചെന്തായിരിക്കും ഇങ്ങനെ കരയുന്നത്? എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടി ഭാവിയെ കുറിച്ച് ഓർത്ത് ഡിപ്രഷനിലായിരിക്കും. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലും. ഇങ്ങനെ ഡിപ്രഷൻ അടിക്കാതിരിക്കും. നിങ്ങളോടല്ലേ ജീവിക്കുന്ന, ഞാൻ തന്നെ നിങ്ങളോട് എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കാണ്. സോഹ 2 ദിവസം കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് എന്നെ ഒന്ന് പാട്ടുപാടി ഉറക്കിത്താ. എന്തോന്ന്? സോഹന്റെ ഫസ്റ്റ് ബേബി ആരാ? അത് നീ. സോഹൻ ഏറ്റവും ഇഷ്ടമുള്ള ബേബി ആരാ? നീ. എങ്കി വാ, എന്നെ പാട്ടുപാടി ഉറക്ക്. ആട് സ്വഭാവം. ആകാശം. അയ്യോ, ചെറിയ കൊച്ചിനെ വളർത്തുന്ന കാട്ടി പാടാണല്ലോ ഈ വലിയ കൊച്ചിനെ വളർത്താൻ. ഇത് എന്തൊരു സോഹ, ഞാനൊന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അത് കരച്ചിൽ തുടങ്ങും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ ഭർത്താവായിപ്പം കൊച്ചായിട്ട് ജനിച്ചേക്കുന്നത്. നീ ഉറങ്ങാൻ വിടാത്തതിന്റെ ദേഷ്യം എല്ലാം തീർത്തോണ്ടിരിക്കുക. സോഹ, നീ നിന്റെ അമ്മയുടെ അടുത്ത് പറ കൊച്ചിനെ ഒന്ന് നോക്കാൻ. അമ്മ, എനിക്ക് കുടുംബശ്രീക്ക് പോകാൻ സമയമായി. പിന്നെ അവനെ നോക്കണം, അവന്റെ കൊച്ചിനെ നോക്കണം. ഇനി എങ്ങാണ് നീ കൊച്ചുങ്ങളെ കാണുമ്പോ കൂട്ടമ്മ കാണാൻ പറഞ്ഞിട്ട് ഡയപ്പറിന്റെ കൂടെ അടുക്കുമ്പോഴല്ലേ അപ്പയുടെ മണം അറിയൂ. നമ്മുടെ സിറ്റുവേഷൻ പറയാൻ പറ്റിയ ഉദാഹരണം. കഴിക്കാൻ ഓർഡർ ചെയ്യണോടാ? ഓ, എനിക്ക് ഫുഡൊന്നും വേണ്ട ഏട്ടാ, ഞാൻ ഡയറ്റില്ല. നീ എന്തിനാ ഡയറ്റ് ചെയ്യുന്ന? എല്ലൊരുവാന ഈ മെലിഞ്ഞ നോക്കി സെലക്ട് ചെയ്ത് മെലിഞ്ഞ പെമ്പിള്ളാരെ കെട്ടിയുള്ള ഗുണം എന്താ അറിയോ? നമ്മളിപ്പോ ഒരു ഡേറ്റിന് പോയി 100 പേരുടെ ബിരിയാണി, 30 പേരുടെ ലൈഫ്, 150 രൂപ ആയോളെ. ഇതിന്റെ കാൽഭാഗം പോലും ഇവിടുമാര് കഴിക്കത്തില്ല. ബാക്കി നമുക്ക് കഴിക്കാം. 1500. 2 ബിരിയാണി, 2 അൽഫാം, 2 ഷവായി വിത്ത് ഫ്രൂട്ട് സലാഡ്. നീ ഓർഡർ ചെയ്തോ? ഞാൻ ഓർഡർ ചെയ്തില്ല. ബില്ല് പേ ചെയ്തേക്കെ. ഐസ്ക്രീം വേണോ? വേണോ? അപ്പൊ എനിക്ക് മാത്രം മതി. 1 ലിറ്റർ ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്യാം. 1 ലിറ്റർ ഐസ്ക്രീം? ഇത് ഐസ്ക്രീം അഭിഷേകമോ? നീയല്ലേ പറഞ്ഞു നീ ഡയറ്റ് കുറച്ച് കഴിക്കത്തോളം. ഇത് കുറച്ച് കഴിക്കൂ, ഇത് കുറച്ച് കഴിക്കൂ, ഇത്തി കൂടെ കഴിഞ്ഞ് ഇത് കുറച്ച് കഴിക്കൂ, ഇത് കുറച്ച് കഴിക്കൂ, അങ്ങനെ കുറച്ച് കഴിക്കൂ. ഇത് തീരുമ്പോ വീണ്ടും ഓർഡർ ചെയ്യാവേ. അച്ഛാ, നമ്മൾ ഇന്നലെ പോയി മെലിഞ്ഞ പെണ്ണിനെ കണ്ടില്ലേ? അതും ക്യാൻസൽ ചെയ്തേരെ. വെള്ളം കുടിച്ചാലും തടിക്കുന്ന നല്ല പെമ്പിള്ളാരുണ്ടെങ്കിൽ ഓക്കെ. ചുമ്മാ അല്ലടാ, അവിടെ അച്ഛൻ ഇവിടെ കെട്ടിക്ക് എത്ര ധൃതി. ആ തറവാട് മുഴുവൻ തിന്നു മുടിപ്പിച്ച് വരുന്ന വഴിയാന്ന് തോന്നുന്നു.